ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന വ്യക്തി ആരാണ്, എന്ത് സാഹചര്യമാണ് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ പൈൽ, ഇത് രണ്ടാമത്തേത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് 2-3 ഒറക്കിൾ കാർഡ്സ് കൂടെയുണ്ട്. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇത് അവിടെ ഇരിക്കട്ടെ, ഇതും അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എനിക്കുള്ളതല്ല ഈ റീഡിങ്, മറ്റുള്ളവർക്കായിട്ടത് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അപ്പോൾ ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 5 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ്, Ace of Wands, Page of Wands, Knight of Pentacles, Justice, Ace of Cups, Death, Four of Swords, Temperance. ഇവിടെ 9 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. Integration, Abundance, the Creator,
ന്യൂ വിഷൻ. ഗോയിങ് വിത്ത് ദ ഫ്ലോയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ ഒന്ന് വന്നിരിക്കുന്നത് എന്താണ്? 9 ഓഫ് സോഡ്സ്. അതായത് ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ 9 ഓഫ് സോഡ്സ് ആണല്ലോ വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെയും ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായിട്ട് ഇപ്പോൾ അകന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് നാൾ അത്രമാത്രം വളരെയധികം ഡീപ്പ് ലവ് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥ, അവർ എപ്പോൾ വന്നു ചേരുമോ അങ്ങനെയൊക്കെ ആലോചിച്ച് കാലം കഴിഞ്ഞുപോയി. പക്ഷേ ആ ഒരു വ്യക്തി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സമയം കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷ പിന്നീട് വേണ്ടെന്ന് വെച്ചു. ഇനി ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നില്ല എന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായി. അങ്ങനെ ആ ഒരു വേയിലൂടെ കടന്ന് നിങ്ങൾ കുറച്ച് നല്ല സ്ട്രോങ് പേഴ്സണായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ ലവർ, എക്സ് ലവർ തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അത് നിമിത്തം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി തിരികെ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. എക്സ് ലവർ, എക്സ് പാർട്ട്ണർ ആരുമായിക്കോട്ടെ, ഹി ഓർ ഷീ, മനസ്സിലായില്ലേ? എങ്ങനെയുള്ള വ്യക്തിയും ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആകാം. അപ്പോൾ അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തിരിച്ചു വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ ബന്ധം നടത്തണം, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം തുടങ്ങണം. ഒരു പുതിയ ബന്ധത്തിലേക്ക് പഴയതിനേക്കാൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു നല്ല റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിച്ചു തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? നിങ്ങളിപ്പോൾ ആ ഒരു വേയിൽ നിന്നും പതുക്കെ മുന്നോട്ട് വന്നിരിക്കുന്നു. നിങ്ങളൊരു നല്ല ക്രിയേറ്റർ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങളിലേക്ക് നല്ല ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ടായിരുന്നു. അത് കാരണം നിങ്ങൾക്ക് ഈ വിധ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഇപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നിങ്ങളിനി അവരെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ നിങ്ങളെ കാണാനായിട്ട് വരുന്നതായിട്ട് നല്ല എനർജി ഇവിടെയുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, ഒത്തിരി നിങ്ങൾ പൊട്ടിക്കരഞ്ഞ ദിവസങ്ങൾ, ഉറക്കമില്ലാതിരുന്ന ദിവസങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും യാതൊരു വിധത്തിലുള്ള മൂവ്മെൻറ്റും അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യമേ മറന്നിട്ട് പുതിയൊരു വേയിലൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ എക്സ് ലവർ തിരികെ വരുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി ആ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ കുറച്ച് പേർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, അത് വളരെ ദൈവികമായ നിങ്ങളുടെ സോൾ കണക്ഷൻ അല്ല എങ്കിൽ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഒരു ലവ് പ്രപ്പോസൽ ആവാം, അതല്ല എങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്ന ഒരു എനർജിയും ആവാം. നിങ്ങളൊരു പാർട്ട്ണർക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവാം. പുതിയൊരു ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി കാലം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് ചേരാൻ തുടങ്ങുന്നു. അത്രമാത്രം നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? അത് വളരെ ദൈവികമായ ഒരു എനർജിയാണ്. കണ്ടില്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം, അത്രമാത്രം നല്ല പ്രണയം ഉള്ള ചില വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ മാര്യേജ് പ്രപ്പോസലും ആവാം, രണ്ടു തരവും ആവാം. ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഒരു ലൈഫിൻ്റെ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വീണ്ടും തുടങ്ങുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കും. ഇവിടെ വീണ്ടും തുടങ്ങുന്നത് പിരിഞ്ഞു പോയിട്ടുള്ളവർ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വീണ്ടും തുടങ്ങുന്നത്. പല ആൾക്കാർക്കും ഇവിടെ കാത്തുനിൽപ്പുണ്ട്. പല ആൾക്കാർക്കും പുതിയതായിട്ട് തുടങ്ങുന്ന ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് രണ്ടുപേരും കൂടി
തീരുമാനിച്ചിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്ന എനർജിയും ഇവിടെയുണ്ട്. അത്രമാത്രം വളരെ നല്ല ചില വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. റീയൂണിയൻ പലർക്കും ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അവർ പിരിഞ്ഞു പോയതിനു ശേഷം നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ബോധം, ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ ആരും സ്നേഹിക്കാനില്ല, ഞാൻ എൻ്റെ ലൈഫ് എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രമാത്രം വളരെയധികം ദുഃഖിച്ചിരുന്ന അവസ്ഥ കണ്ട, ഇതും അതുതന്നെയാണ്. ദുഃഖിച്ചിരുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോഴും പലരും അതിൽ സ്റ്റക്കാണ്. പല ആൾക്കാരും അതിൽ സ്റ്റക്കായിട്ടുണ്ട്. പക്ഷേ ചിലരൊക്കെ തിരികെ വരുന്ന എനർജി ഇവിടെയുണ്ട്. ആരൊക്കെയോ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള വൈബായിട്ട് കുറേ ആൾക്കാർ ആരൊക്കെയോ നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെയുണ്ട്. കുറേ പേർക്ക് അത്രമാത്രം നല്ല ഒരു കണക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കാൻ പോകുന്നു. ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ തിരികെ വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും ആരെങ്കിലും വ്യക്തികൾ നിങ്ങളെ കാണാനായിട്ട് വരുന്ന എനർജി ഉണ്ട്. സാമ്പത്തികം ആരെങ്കിലും നിങ്ങളിലേക്ക് കൊണ്ടുതരാൻ വേണ്ടി വരുന്ന ചില വ്യക്തികളും ഉണ്ട്. അത്തരം ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, വേറെ ഒരു നാട്ടിൽ നിന്നും ആരോ നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായവുമായി വരാൻ പോകുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് വളരെയധികം സ്മൂത്തായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒരുപാട് പേരിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എനർജി നിമിത്തം പലർക്കും അബണ്ടൻസ് വന്നു ചേരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ലൈഫാണെന്ന് കാണുന്നുണ്ട്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു ഒരു ലൈഫ് പുതിയതായിട്ട് തുടങ്ങണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരിലേക്ക് നല്ല ഒരു മാറ്റം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഒരു പുതിയ വീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകണം. ഇതുവരെയുള്ള ലൈഫെല്ലാം കളഞ്ഞിട്ട് തൻ്റെ പാർട്ട്ണറോടൊപ്പം ചേർന്നിട്ട് പുതിയൊരു ലൈഫിലൂടെ, അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മറ്റ് പഴയ രീതികളെല്ലാം കളഞ്ഞിട്ട്, അവിടുത്തെ നെഗറ്റിവിറ്റീസിനെ എല്ലാം കളഞ്ഞിട്ട് പുതിയ തരത്തിൽ ഒരു സന്തോഷവും കളിതമാശകളും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട്. അത്തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. പലർക്കും അബണ്ടൻസ് വരുന്ന എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും പുതിയ നല്ല ലൈഫ് വരുന്ന എനർജി, വിദേശത്തു നിന്ന് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് എത്തിച്ചേരാൻ പോകുന്ന ചില സന്തോഷമായ കാര്യങ്ങളാണ്. ഈ ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത്. മുൻപേ ഉള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരാവാം, പിരിഞ്ഞു പോയവർ തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. അത്തരം നല്ല വ്യക്തികൾ തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി വരുമ്പോൾ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ വ്യക്തി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയും ഇവിടെയുണ്ട്. പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പലർക്കും ഇവിടെ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുഞ്ഞിൻ്റെ ജനനം, കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കുഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞിന് വേണ്ടിയുള്ള സന്തോഷം ആസ്വദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അച്ഛനാവാനും അമ്മയാവാനുമുള്ള ആഗ്രഹം നിങ്ങളുടേത് സഫലമാകുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസ്, പലരും കോടതി സംബന്ധമായ കേസുകളിലൊക്കെ ജസ്റ്റിസ് ആഗ്രഹിച്ചിരിക്കുന്നവർ, സത്യസന്ധമായ രീതിയിൽ നമ്മൾ ഇടപെട്ടു, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചതിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള തോന്നലുമായി കഴിഞ്ഞുകൂടിയിരുന്നവർക്ക് അതിന് തക്കതായ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു എനർജിയാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും.
ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് ഒന്നാമത്തെ കാർഡ് ഗോയിങ് ഫോർവേഡാണ്. കണ്ടില്ലേ, ഇവിടെ ഒന്നാമത്തെ പൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗോയിങ് ഫോർവേഡ് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പലർക്കും പല തരത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല സന്തോഷകരമായ ഒരു ലൈഫിലേക്കാണ് പോകാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വണ്ടേഴ്സ്, പലർക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നത്, എന്താണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ. ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ അമെത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ എന്തിനു വേണ്ടി, തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് പർപ്പിൾ കളറിലെയാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കളറിലെ സ്റ്റോണിൻ്റെ ഉപയോഗം നിങ്ങളിലേക്ക് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ആക്ടിവേഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ലൈഫിലേക്ക്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാനുള്ള സാധ്യത വർദ്ധിക്കും. പ്രപഞ്ചത്തെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, ആൾക്കാരെക്കുറിച്ച് ഒക്കെ ഈ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ്, അത്ഭുതങ്ങളല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നർ പീസ് ലഭിക്കുന്ന ഒരവസ്ഥ, ഇന്നർ പീസ്. അതുപോലെ ലവ്, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിഷ്കളങ്കമായ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ദൈവികമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ലവ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതും നിഷ്കളങ്കമായ പ്രണയമാണ് ഇവിടെയും വരാൻ പോകുന്നത്, നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇന്നർ പീസ്, അത് നിമിത്തം നിങ്ങൾക്ക് എന്താണ്, ഇന്നർ പീസ് ലഭിക്കുന്നു, ആന്തരികമായ ഒരു മനസമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥ വരാൻ പോകുന്നു. അതുമായിട്ട് ആ ഒരു സന്തോഷകരമായ ലൈഫിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരുന്നത് ഇതാണ്, കണ്ടില്ലേ? അപ്പോൾ എന്താണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷം, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ത്രീ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത്, ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഫൈവ് ഓഫ് സോഡ്സ്, ദ എംപറർ, സെവൻ ഓഫ് കപ്സ്,
8 of Cups. ദ ഹൈ പ്രീസ്റ്റസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ടവറാണ്. ഫ്രണ്ട്ലിനെസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ. ദ ബർഡ്. ദ ഫൂൾ. ഇവിടെ ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ദ ടവറാണ് മറ്റേ ബോട്ടം വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഏതോ വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ, അവർ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വരുന്നുണ്ട്. അതല്ല, പുതിയതായിട്ട് നിങ്ങൾക്ക് മാര്യേജിലേക്ക് പോകാൻ അല്ല എങ്കിൽ പുതിയൊരു ലവ് തുടങ്ങാനും നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് തുടങ്ങാൻ പോകുന്നത്. അല്ല എങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ആദ്യമായിട്ട് തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം വളരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാവാം. ഇതേപോലെയുള്ള ഹി ഓർ ഷീ, ഇതേപോലെയുള്ള ആൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണം, എനിക്ക് വിവാഹത്തിനുള്ള സമയമായിരിക്കുന്നു, അല്ല എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കണക്ഷൻ വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് മാര്യേജ് പ്രപ്പോസലൊക്കെ വന്നിട്ട് നിങ്ങൾ വേണ്ട വേണ്ട എന്ന് തള്ളി നീക്കിയിരുന്നിടത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയുള്ള വ്യക്തിയാണ് അതെന്ന്. അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് 8 of Cups. ഇവിടെ പറയുന്ന ഒരുപാട് പേർ, നിങ്ങളിൽ നിന്നും പല ആൾക്കാരും ഒരുപാട് വഴക്കിട്ട് ഇനി മേലിലും യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാലം അകന്നിരുന്ന ചില വ്യക്തികൾ. ഇവിടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ടവറാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 8 of Cups വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി നിങ്ങളിലേക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് തിരികെ വരണമെന്ന് തോന്നി അവർ തിരികെ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒത്തിരി കാലം കൊണ്ടേ പിണങ്ങിയിരുന്ന ചില വ്യക്തികൾ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫ് സാധ്യമാവില്ല, നിങ്ങൾ അവരോട് കൂടെ ചേർന്ന് തന്നെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കണ്ടോ, നിങ്ങളിൽ നിന്നും വിട്ട് പിരിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോടൊപ്പം തന്നെ നിൽക്കണം. നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് വേണ്ട, അവർ അത് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കുറച്ചു കാലം പിണങ്ങിയിരുന്നപ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്, നിങ്ങളുടെ വില മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ട് അവർ തിരികെ വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ തിരികെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് മനംനൊന്ത് പിരിഞ്ഞിരുന്ന ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഇനി അത് വരണ്ട വേണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ എന്നിരുന്നാൽ കൂടെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളെ വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തിരികെ വന്നു ചേരുന്ന എനർജിയും ഇവിടെയുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരുപാട് കൺഫ്യൂസ്ഡാണ്, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ അവരതിന് സമ്മതിക്കുന്നില്ല. വളരെ വലിയ ആഗ്രഹത്തോടു കൂടി അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ എത്തുന്ന ഒരു എനർജി. നിങ്ങൾക്കത് നിമിത്തം നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, നല്ലൊരു രൂപമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പലർക്കും സാമ്പത്തികം വന്നു ചേരുന്ന എനർജി ഉണ്ട്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ഏതെങ്കിലും വ്യക്തി
നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നില്ല. അത്രമാത്രം ശക്തമായ ഒരു ബോണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് മണി ഏൺ ചെയ്തിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും നിങ്ങളിലേക്ക് അത് അത്തരം ഒരു എനർജി പാസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് പേർ ഇവിടെ പുതിയൊരു ലൈഫ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നവർ ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ തിരികെ വരുന്ന എനർജി ഇവിടെയുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് ഭാരം ചുമന്ന് അവർ ആ ഒരു കുടുംബം മുഴുവനും പോറ്റിയിരുന്നു. അവരുടെ ചുമലിലായിരുന്നു ആ ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ സ്നേഹത്തിനൊരു വിലയും ഇല്ലാതെ പോയി. നിങ്ങൾക്ക് എന്നും ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ചില ആൾക്കാരുടെ എനർജി അവിടെ നിന്നും തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതുമയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന എനർജി ഇവിടെ ഉണ്ട്. കാരണം അവർ പിന്നീട് വിചാരിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഒരു മാറ്റം ലൈഫിന് അത്യാവശ്യമാണല്ലോ എന്ന് കരുതി എല്ലാ ഭാരങ്ങളും താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് തുടങ്ങുക. സമാധാനവും സന്തോഷവുമായിട്ടൊരു ലൈഫിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവരുടെ എനർജി അത്തരം ഒരു നല്ല വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ തിരികെ വന്നില്ല എങ്കിൽ കൂടെയുള്ളവർക്കും വരുന്ന ഒരു മാറ്റമാണിത്. അപ്പോൾ ഈ വ്യക്തിക്ക് നല്ലൊരു മാറ്റം വന്നിട്ട് വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക് തുടങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. മാറ്റം വളരെയധികം പലർക്കും വളരെയധികം നല്ല മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ പാമ്പിൻ്റെ പടം പൊഴിക്കുന്നത് പോലെ വൃക്ഷങ്ങൾ ഇലകളെ പഴയ ഇലകളെ കൊഴിച്ചിട്ട് പുതിയ ഇലകളെ കൈക്കൊള്ളുന്നത് പോലെ ഉന്മേഷം നിറഞ്ഞ നല്ലൊരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി ഒരു പുതിയ ലൈഫ് നിങ്ങളിൽ പലർക്കും വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പലരും ഇവിടെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട്. ആ കാത്തിരിപ്പുകളുടെ വിരാമം ഇട്ടുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ജോലി, ചിലർക്ക് പെർമനൻ്റായ ജോലി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി, ഏതോ ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അതിലേക്ക് പോകാനുള്ള എനർജി, ആ ഒരു എനർജിയുമായിട്ട് ആരോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് രണ്ടാമത്തെ പൈൽ നിങ്ങൾ വെച്ചിരുന്നത് എന്താണ്? ഹീലിംഗ് ചാവോസാണ്. അതായത് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഹീൽ ചെയ്യപ്പെടുന്നു, സുഖപ്പെടുത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ അത് സുഖപ്പെടുകയാണ് ഇനിയും എന്ന് കാണുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഒന്ന് സുഖപ്പെട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹീലിംഗ് ചാവോസാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഈ വ്യക്തികളുടെ തിരിച്ചുവരവ് നിമിത്തം ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം സംഭവിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു മാറ്റത്തിലൂടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ലീഡർഷിപ്പ്, നിങ്ങളിൽ പലർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് കുറച്ച് കാലം കൊണ്ട് അതിനൊരു മാറ്റം സംഭവിച്ചിരുന്നു. ഇനി തിരിച്ചു വന്ന് പാർട്ട്ണറോടൊപ്പം ചേരുമ്പോഴാണ് കുറച്ചുകൂടെ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അവിടെയാണ് സമൂഹം നിങ്ങളെ ഒരു ലീഡറായിട്ട് കരുതാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? അതാണ് നിങ്ങളിലേക്ക് പ്രധാനമായിട്ടും വന്നു ചേരാൻ പോകുന്ന ആ ഒരു ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ നയിച്ചു കൊണ്ടുപോകുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് നയിക്കുന്ന ഒരു നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡിലൈറ്റ്, പ്രകാശം, കണ്ടില്ലേ? പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് എങ്ങനെയാണ് ന്യൂ ബിഗിനിങ്സ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? ഇവിടെ ന്യൂ ബിഗിനിങ്സ് വരുന്നു. ഇവിടെ ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നു. ഫ്രീഡം കിട്ടി, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഫ്രീഡം കിട്ടിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ്. ഈ ഫ്രീഡം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള ഫ്രീഡമാണ്? സന്തോഷം അനുഭവിക്കാനുള്ള ഒരു ഫ്രീഡമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
പുതിയ ബിഗിനിങ്സ് ഉണ്ട്, പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള തുടക്കമാണ്? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെയുള്ള ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പലർക്കും ഇവിടെ ഒരാളിൻ്റെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, പല ആൾക്കാരുടെ പല സാഹചര്യങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഞാനിവിടെ പറഞ്ഞത്. അത് നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ പലർക്കും ഇവിടെ ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്, ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗാണ് ഇത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.